ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ പെട്ടു നിൽക്കുന്നത് യൂറോപ്യൻ യൂണിയനാണ്. കാരണം ഉക്രൈനു വേണ്ട സാമ്പത്തിക, സൈനിക, മാനസിക പിന്തുണയെല്ലാം നൽകി റഷ്യക്കെതിരെ പോരാടാനായിട്ട് വേണ്ട ഊർജ്ജവും കരുതലുമൊക്കെ നൽകിയത് യൂറോപ്യൻ യൂണിയനാണ്. ഇവരെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയും ഏറെക്കുറെ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് പിൻവാങ്ങുന്ന അവസ്ഥയിലാണ്. നേരത്തെ തന്നെ ഉക്രൈന് വലിയൊരു മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇത് സംബന്ധിച്ച് നൽകിയിരുന്നു. കഴിഞ്ഞ 27-ാം തീയതി നവംബർ 27-നുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച സമാധാന സന്ധിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും പിൻവലിക്കുമെന്നുള്ളതാണ് ട്രംപ് കൊടുത്ത മുന്നറിയിപ്പ്. അമേരിക്കയുടെ സാമ്പത്തിക, സൈനിക പിന്തുണ ഉക്രൈന് പിൻവലിക്കും. അപ്പോൾ ഇതിന് മുന്നോടിയായി തന്നെ ഈ യുദ്ധ ഫണ്ടുണ്ടല്ലോ, ഉക്രൈന് റഷ്യക്കെതിരെ യുദ്ധം നടത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ധനസമാഹരണം നടന്നിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളും നാറ്റോ സഖ്യ രാജ്യങ്ങളും ഒക്കെയാണ് ഈ തുകയിലേക്ക് വലിയ സംഭാവന നൽകിയത്. അപ്പോൾ അതിലേക്ക് ഉള്ള പണമൊഴുക്കിൻ്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തോടുകൂടി അമേരിക്ക ഏതാണ്ട് പിൻവാങ്ങുന്ന അവസ്ഥയിലാണ്. ഏതാണ്ട് 4 വർഷമായല്ലോ അവിടെ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കടവിൽ അടുപ്പിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുമ്പോൾ അതൊരു തരത്തിലും മുമ്പോട്ട് പോകുന്നില്ല. അപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഉക്രൈൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ഉക്രൈനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം. അപ്പോൾ അവർ ഇതിന് കണ്ടെത്തിയൊരു സൊല്യൂഷൻ, ഈ യൂറോപ്യൻ യൂണിയൻ ബാങ്കുകളിൽ റഷ്യയുടെ വലിയൊരു സമ്പത്ത് കിടപ്പുണ്ട്. അത് അവർ മരവിപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്നാണ് യുദ്ധം തുടങ്ങിയത് അന്ന് എടുത്ത നടപടിയുടെ ഭാഗമായിട്ടാണ് റഷ്യൻ സമ്പത്തുകൾ മരവിച്ച് കിടക്കുന്നത്. അപ്പോൾ ആ കിടക്കുന്ന പണം എടുത്തുകൊണ്ട് അത് ഉക്രൈന് നൽകാം. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിക്കുക എന്ന് പറയുന്നല്ലോ. റഷ്യ വരുത്തിവെച്ച യുദ്ധക്കെടുതികൾക്ക് പരിഹാരമുണ്ടാക്കാനായിട്ട് റഷ്യയുടെ തന്നെ പണം ഉപയോഗിച്ച് ഉക്രൈനിൽ വലിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ റഷ്യക്കെതിരെ പോരാടാനായിട്ടുള്ള ആയുധങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉക്രൈന് പൈസ കൊടുത്ത് സഹായിക്കുക. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ റഷ്യയുടെ മരവിപ്പിച്ചിട്ടുള്ള സമ്പത്തെടുത്ത് ഉക്രൈന് കൊടുക്കാനായിട്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ ബാങ്കുകളിൽ ഏറ്റവും പ്രബലം ഈ ബെൽജിയത്തിലുള്ള യൂറോ ക്ലിയർ എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനമുണ്ട്. ഇതിൽ മാത്രം റഷ്യയുടെ ഏതാണ്ട് 185 ബില്യൺ യൂറോ റഷ്യയുടെ കിടപ്പുണ്ടെന്നാണ് കണക്ക്. മൊത്തം 210 ബില്യൺ യൂറോയാണ് യൂറോപ്യൻ യൂണിയനിൽ റഷ്യയുടെ സമ്പത്തുകൾ മരവിപ്പിച്ചിട്ടുള്ളത്. അതിൽ 185 ബില്യൺ യൂറോ ബെൽജിയത്തിലെ യൂറോ ക്ലിയറിൽ മാത്രമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു 1/2 ഭാഗം എടുത്തുകൊണ്ട് ഉക്രൈന് കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് ഏകദേശം 90 ബില്യൺ യൂറോ വരും. അപ്പോൾ ഇത്രയും വലിയൊരു പണം, ഈ 135.7 ബില്യൺ യൂറോ അടുത്ത 2 വർഷത്തേക്ക് ഉക്രൈന് 135.7 ബില്യൺ യൂറോ ചെലവുണ്ടാകുമെന്നുള്ള കണക്ക്. അപ്പോൾ അതിൻ്റെ 1/2 ഭാഗം ഏതാണ്ട് 90 ബില്യൺ യൂറോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ റഷ്യയുടെ സമ്പത്ത് മരവിപ്പിച്ച് കിടക്കുന്ന ആ തുകയിൽ നിന്ന് എടുത്തു കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇപ്പോൾ പണി കിട്ടിക്കിടക്കുന്നത് വാസ്തവത്തിൽ ബെൽജിയത്തിനാണ്. കാര്യം ബെൽജിയത്തിലാണ് ഈ യൂറോ ക്ലിയർ ബാങ്ക് ഉള്ളത്. അപ്പോൾ ഒരിടത്തും നടപടിയുള്ള കാര്യമല്ലല്ലോ. ഏതെങ്കിലും ഒരാളുടെ ബാങ്കിൽ കിടക്കുന്ന സ്വത്തെടുത്ത് ബാങ്കിൻ്റെ ഉടമസ്ഥർക്ക് സൗകര്യപൂർവ്വം എടുത്ത് വിനിയോഗിക്കാൻ അനുവാദം ഇല്ലാത്തതാണല്ലോ. അപ്പോൾ ഇവിടെ വലിയൊരു നിയമപ്രശ്നമുണ്ട്. ഈ ബെൽജിയത്തിലെ യൂറോ ക്ലിയർ ബാങ്ക് ഇത്തരത്തിൽ അവരുടെ റഷ്യയുടെ സമ്പത്തെടുത്ത് ഉക്രൈന് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മോഷണക്കുറ്റമാണ് എന്നാരോപിച്ച് റഷ്യ ഇതിനോടകം തന്നെ രംഗത്തുണ്ട്. അപ്പോൾ ഈ യൂറോ ക്ലിയറിൻ്റെ ഈ നടപടികൾക്കെതിരെ റഷ്യ ഇതിനോടകം തന്നെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞതോടുകൂടി ബെൽജിയം വലിയ അങ്കലാപ്പിലായി. ബെൽജിയം പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള പണം എടുത്ത് അങ്ങനെ തരുന്നതിന് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം അത് വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ബെൽജിയത്തിൻ്റെ ധനസ്ഥിതിയെ തന്നെ തകിടം മറിച്ച് കളയും. കാര്യം ഈ 90 ബില്യൺ യൂറോ ഉക്രൈൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമപ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ബെൽജിയം ബാങ്കിന് ഈ തുക തിരിച്ചവിടെ വെക്കേണ്ടി വരും. ആ തുക ആര് തരും? ഇതാണ് ചോദ്യം. ആരാണ് ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി തരിക ഇക്കാര്യത്തിൽ? അപ്പോൾ അതിലൊരു വ്യക്തത വരുത്തണം. അല്ലാതെ വെറുതെ എടുത്ത് പണം എടുത്ത് ചിലവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ബെൽജിയം പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ബാർട്ട് ടി വീവർ എന്നാണ്. അപ്പോൾ അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറയുന്നത് ഇതൊരു പാപപരിഹാര പദ്ധതിയാണ്. റഷ്യ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അവരുടെ പണം തന്നെ ഉപയോഗിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പോൾ ഈ പരിഹാര പദ്ധതിയിലേക്ക് റഷ്യയുടെ പണം, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന റഷ്യയുടെ പണം ഞങ്ങൾ നൽകാം, പക്ഷേ അതിന് പല ഉപാധികൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ആ ഉപാധികൾ ഏതെങ്കിലും നിയമ നടപടി ഉണ്ടായാൽ തൻ്റെ രാജ്യത്തിന് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതിന്
ആരാണ് പരിഹാരമുണ്ടാകുക. ഇപ്പോൾ ഈ കാര്യത്തിൽ വരുന്ന വ്യാഴാഴ്ച യൂറോപ്യൻ യൂണിയൻ്റെ സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ ഗ്യാരണ്ടി തരണം എന്നുള്ളതാണ് ബെൽജിയത്തിൻ്റെ നിലപാട്. അപ്പോൾ പല സാധ്യതകളാണ് ഇത് സംബന്ധിച്ച് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇത്രയും വലിയൊരു തുക ബാങ്കിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പലിശ വരുമല്ലോ. അങ്ങനെ വന്ന പലിശ ഏതാണ്ട് 3.7 ബില്യൺ യൂറോ യൂറോപ്യൻ യൂണിയൻ എടുത്ത് ഉക്രൈന് നൽകിയിരുന്നു. ഇപ്പോൾ മുതലും പലിശ മാത്രമല്ല, ആ മുതലും എടുത്തു കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രബലമായ നിർദ്ദേശം, ഈ പറയുന്ന തുക കടപ്പത്രം ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇത്രയും തുക ഗ്യാരണ്ടി വെച്ചുകൊണ്ട് ആ പണമായിട്ട് കൊടുക്കുന്നതിന് പകരം യൂറോപ്യൻ യൂണിയൻ ഗ്യാരണ്ടി നിന്നുകൊണ്ട് കടപ്പത്രം ഇറക്കി അങ്ങനെ തുക സമാഹരിച്ച് ആ പണം എടുത്ത് ഉക്രൈന് കൊടുക്കണമെന്നുള്ളതാണ് പ്രബലമായ നിർദ്ദേശം. അതാണ് ബെൽജിയവും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. അവർക്ക് ഇത് സംബന്ധിച്ച് പിന്നെ ബാധ്യത ഉണ്ടാകില്ലല്ലോ. പക്ഷേ അത് അംഗീകരിക്കപ്പെടാൻ സാധ്യത കുറവാണ്. അവിടെ ഹംഗറിയും സ്ലോവാക്യയും എതിർപ്പുമായിട്ട് വരികയാണ്. അവർ പറയുന്നു, ഇനി യുക്രൈന് പൈസ കൊടുക്കുന്ന പരിപാടികൾക്ക് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ യുക്രൈന് വേണ്ടിയിട്ട് അവരുടെ സ്പോൺസർമാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ യൂണിയനിലെ 3 രാഷ്ട്രങ്ങളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ വലിയ താല്പര്യക്കുറവ്, വലിയ വിമുഖത കാണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ബെൽജിയം അവരുടെ കയ്യിരിക്കുന്ന പൈസ എടുത്ത് കൊടുക്കുന്നതിൽ അവർക്ക് താല്പര്യക്കുറവുണ്ട്. പിന്നെ അതിന് ബദൽ മാർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ ഹംഗറിയും സ്ലോവാക്യയും എതിർപ്പുമായി വരുന്നു എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ എന്ത് നിർദ്ദേശം വന്നാലും അതിന് ഐകകണ്ഠേനമായിട്ടുള്ള ഒരു നടപടിയാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാവേണ്ടത്. ഏതെങ്കിലും ഒരു രാജ്യം എതിർപ്പറിയിച്ചാൽ അതിന് തടസ്സമുണ്ടാകും. അപ്പോൾ ഈ ഹംഗറിയും സ്ലോവാക്യയും എതിർപ്പറിയിച്ച സാഹചര്യത്തിൽ ഈ കടപ്പത്രം ഇറക്കി ധനം സമാഹരിക്കാനുള്ള ആ ഒരു പദ്ധതി എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത ഒരവസ്ഥയിലുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ റഷ്യയിലെ സെൻട്രൽ ബാങ്ക് ബെൽജിയത്തിലെ യൂറോ ക്ലിയറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. യൂറോപ്യൻ എക്കണോമിക് കമ്മീഷൻ വാൽഡിസ് ഡോംബ്രോവിസ് പറയുന്നത്, യൂറോപ്യൻ യൂണിയൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിയമപരിരക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ റഷ്യയുടെ ഈ നിയമ നടപടി ഞങ്ങളെ ബാധിക്കില്ല എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതും നമുക്ക് അറിയില്ല. ഇനി നമ്മുടെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് പറയുന്നത്, റഷ്യൻ പണം ഉപയോഗിച്ച് ഭാവിയിൽ ഉക്രൈന് വേണ്ട പരിരക്ഷ കൊടുക്കാൻ പോലും സാധിക്കും. അതുകൊണ്ടാണ് ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ ഈ തുക യൂറോപ്യൻ യൂണിയൻ്റെ കയ്യിലുള്ള റഷ്യയുടെ നിക്ഷേപമായ 210 ബില്യൺ യൂറോ അത് അനിശ്ചിത കാലത്തേക്ക്, എന്നാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത് അന്ന് വരെ ഇത് അനിശ്ചിതമായി മരവിപ്പിച്ചിടാനായിട്ടാണ് തീരുമാനം. അപ്പോൾ ഇവിടെ ഈ പണം എടുത്ത് വിനിയോഗിക്കാനായിട്ടുള്ളൊരു നിർദ്ദേശം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെൽജിയത്തിൻ്റെ യൂറോ ക്ലിയർ വലിയ പ്രതിഷേധം അറിയിക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ യൂറോ ക്ലിയറിൻ്റെ ഏതാണ്ട് 16-17 ബില്യൺ യൂറോ റഷ്യയിൽ നിക്ഷേപമായിട്ട് അവർക്കുണ്ട്. അപ്പോൾ ആ തുക അതും മരവിച്ച് കിടക്കുന്ന അവസ്ഥ. ഈ തുക, അതായത് ഈ യൂറോ ക്ലിയർ എന്ന് പറയുന്ന സ്ഥാപനം റഷ്യയുടെ നിക്ഷേപം എടുത്ത് യുക്രൈന് കൊടുക്കുന്നൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ റഷ്യയിലുള്ള യൂറോ ക്ലിയറിൻ്റെ ഏതാണ്ട് 16-17 ബില്യൺ യൂറോ അത് മറക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ബെൽജിയം എന്ന് പറയുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിയ ധനസ്ഥിതിയുള്ള രാജ്യമൊന്നുമല്ല. അപ്പോൾ ഇത്രയും ഭീമമായ തുകയുടെ സാമ്പത്തിക ബാധ്യത ഞങ്ങളുടെ രാജ്യത്തിന് ഒറ്റയ്ക്ക് പേറേണ്ടി വന്നാൽ ആരാണ് അതിന് സമാധാനം പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ബെൽജിയം പ്രധാനമന്ത്രി ചോദിക്കുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ്റെ സമ്മേളനം അതിനിർണായകമാണ്. ഉക്രൈനെ സംബന്ധിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഏറെക്കുറെ അവസാനിച്ചൊരു മട്ടാണ്. അക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോ അംഗരാജ്യങ്ങളായ മറ്റു രാജ്യങ്ങളുടെയും പിന്തുണ, പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടാണ് ഉക്രൈനെ സംബന്ധിച്ച ഭാവി പദ്ധതികൾ തീരുമാനിക്കുക എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരും. ഏതായാലും ഈ സമ്പത്തിൻ്റെ ഇടപാട് സംബന്ധിച്ച് ഉക്രൈന് ധനകാര്യപരമായി സഹായിക്കുന്ന കാര്യത്തിൽ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളിൽ വലിയ ഭിന്നത ഉണ്ടായി എന്നുള്ളത് ഉക്രൈനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരും ദിവസങ്ങളിലെ യുദ്ധത്തിൽ ഇത് എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയുമാണ്.